ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ജെയിംസ് ജോസഫ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഭൂമിയുടെ നിലം പുരയിടം തരംമാറ്റത്തെക്കുറിച്ചാണ്. നമ്മൾ ഒരു പുരയിടം വാങ്ങി ആധാരത്തിൽ പുരയിടം എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്താനായിട്ട് പരിശ്രമിച്ച് അപ്രകാരം രജിസ്റ്റർ ചെയ്ത് ഭൂമിയുടെ കരമടച്ച് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഭൂമിയുടെ റെക്കോർഡുകൾ സംബന്ധിച്ച് പലരും കാര്യമായ ശ്രദ്ധ പുലർത്താറില്ല. എന്നാൽ പലപ്പോഴും മകന് വേണ്ടി വിദ്യാഭ്യാസ വായ്പ എടുക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ വീട് വെക്കുവാനുള്ള പെർമിറ്റിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ആധാരം എവിടെയെങ്കിലും പണയപ്പെടുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ ഒക്കെയാണ് നമ്മൾ ആ വലിയ ചതി തിരിച്ചറിയുന്നത്. തൻ്റെ വസ്തു വില്ലേജ് ഓഫീസിലെ BTR എന്ന രേഖയിൽ നിലമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ പെട്ടെന്നൊരു ക്ഷോഭമാണ് ഉള്ളിലേക്ക് കടന്നു വരിക. എൻ്റെ വസ്തു നെൽവയലല്ല, എൻ്റെ വസ്തു തണ്ണീർത്തടമല്ല, ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ കരിഞ്ഞുണങ്ങി കിടക്കുന്ന പറമ്പാണ്, ഡ്രൈ ലാൻഡാണ്. ആധാരത്തിലും അങ്ങനെ പുരയിടം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇത് നിലമാകുന്നത്? പക്ഷേ ക്ഷോഭം കൊണ്ട് കാര്യമില്ല. വർഷങ്ങൾക്ക് മുമ്പ് നിലമായിട്ട് കിടന്നിരുന്ന വസ്തുവായിരിക്കാം അത് പരിവർത്തനം ചെയ്ത് പുരയിടമായിട്ട് മാറിയിട്ടുള്ളത്. ഭൗതികമായിട്ടുള്ള മാറ്റം വന്നപ്പോഴും റെക്കോർഡുകളിൽ, വില്ലേജ് ഓഫീസിലെ റെക്കോർഡുകളിൽ അല്ലെങ്കിൽ റവന്യൂ രേഖകളിൽ ആ മാറ്റം രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അപ്രകാരം കൃത്യമായിട്ട് മാറ്റം രേഖപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ഭൂമി സംബന്ധമായിട്ടുള്ള സേവനങ്ങൾ ലഭിക്കുകയുള്ളൂ. ഒരു അത്യാവശ്യത്തിന് വില്ലേജ് ഓഫീസിലേക്ക് ഓടിയെത്തുമ്പോൾ മാത്രമാണ് ഈ തിരിച്ചറിവ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകം. കാരണം ഭൂമി നിലം എന്നുള്ളത് പുരയിടമായിട്ട് പരിവർത്തനം ചെയ്യുന്ന ആ പ്രക്രിയ 1-2 ദിവസങ്ങൾ കൊണ്ട് നടക്കുന്ന പ്രക്രിയയല്ല. നിയമത്തിൽ അത് 2-3 മാസം കൊണ്ട് തീരേണ്ട പ്രക്രിയയാണ്. പക്ഷേ ഫലത്തിൽ വർഷങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് സത്യം. അതായത് നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുകയില്ല. വീട് വയ്ക്കുവാനുള്ള സംരംഭം, അല്ലെങ്കിൽ മകൻ്റെ വിദ്യാഭ്യാസ വായ്പ, അല്ലെങ്കിൽ ഭൂമി പണയം വയ്ക്കൽ, ഇതൊക്കെ വർഷങ്ങൾ നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു. സ്വയം നമ്മളെ തന്നെ ശപിക്കുന്ന ഈ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കുവാനായിട്ട് നമ്മൾ ഭൂമി സംബന്ധിച്ചിട്ടുള്ള രേഖകൾ, കൃത്യമായ രേഖപ്പെടുത്തലുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഭൂമിക്ക് കൃത്യമായിട്ടുള്ള അതിർത്തി ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. ആ അതിർത്തിയും ഭൂമിയുടെ തരവുമൊക്കെ വില്ലേജ് ഓഫീസിലെ റെക്കോർഡുകളിൽ BTRലും FMBയിലുമൊക്കെ അത് കൃത്യമായിട്ട് പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഇനി വളരെ വൈകിയ വേളയിലാണ് ഇത്തരത്തിലുള്ള തിരുത്തലുകൾ ആവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് നമ്മൾ കൃത്യമായിട്ടുള്ള അപേക്ഷ നൽകുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം, അതിൻ്റെ ഭേദഗതി 2018 ഭേദഗതി നിയമം അനുസരിച്ചാണ് അപേക്ഷ നൽകേണ്ടത്. ഇതിന് നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പേ ഒന്നാമതായിട്ട് പരിശോധിക്കേണ്ടത് വില്ലേജ് ഓഫീസിലെ രേഖകൾ തന്നെയാണ്. വില്ലേജ് ഓഫീസിലെ BTR, അതായത് എൻ്റെ വസ്തു ഒരിക്കലെങ്കിലും ഞാൻ പുരയിടമായിട്ട് കരമടച്ചിരുന്നതാണോ, അല്ലെങ്കിൽ പഴയ സർവേയിൽ ഞാൻ പുരയിടമായിട്ട് കരമടച്ചിരുന്നതാണോ, റീസർവേയിൽ വന്ന പിശകാണോ, പഴയ സർവേയിൽ പുരയിടം എന്നത് റീസർവേയിൽ നിലമായിട്ട് രേഖപ്പെടുത്തിയതാണോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് റീസർവേ പിശക് പരിഹരിക്കുന്നതിനുള്ള ഒരു അപേക്ഷയാണ്. പലപ്പോഴും ഇത്തരം സാഹചര്യത്തിൽ BTRൻ്റെ കോപ്പിയും അടങ്കലിൻ്റെ കോപ്പിയും ഒക്കെ എടുത്ത് പരിശോധിക്കേണ്ടതായിട്ട് വരും. അപാകതകളൊന്നുമില്ലെങ്കിൽ നമ്മൾ രണ്ടാമതായിട്ട് പരിശോധിക്കേണ്ടത് വില്ലേജ് ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡേറ്റാ ബാങ്കാണ്. എന്താണ് ഡേറ്റാ ബാങ്ക് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഒരു പഞ്ചായത്തിലെ നെൽവയലുകളുടെയും തണ്ണീർത്തടങ്ങളുടെയും ലിസ്റ്റ് ഔദ്യോഗികമായിട്ട് പ്രസിദ്ധപ്പെടുത്തിയ രേഖയാണത്. അത് വില്ലേജ് ഓഫീസിൽ സൂക്ഷിച്ചിരിക്കും, അല്ലെങ്കിൽ പഞ്ചായത്തിൽ സൂക്ഷിച്ചിരിക്കും, അല്ലെങ്കിൽ കൃഷി ഓഫീസിൽ സൂക്ഷിച്ചിരിക്കും. ഇക്കാര്യത്തിലുള്ള പരിശോധന നടത്തുന്നതിന് പലരും ശരണം പ്രാപിക്കുന്നത് കൃഷി ഓഫീസുകളെയാണ്. എന്നാൽ നെറ്റിലും ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, സർക്കാർ വെബ്സൈറ്റിലുമൊക്കെ ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. വളരെയധികം സൂക്ഷ്മതയോടുകൂടി നമ്മൾ ഈ ഡേറ്റാ ബാങ്ക് പരിശോധിക്കണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്ത് നമ്മുടെ സർവേ നമ്പർ വൈസ് ആയിരിക്കും ഡേറ്റാ ബാങ്ക് പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ വസ്തുവിൻ്റെ സർവേ നമ്പർ ഈ ഡേറ്റാ ബാങ്കിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മുടെ വസ്തുവിൻ്റെ സർവേ നമ്പർ ചിലപ്പോൾ അതിൻ്റെ സബ് ഡിവിഷൻ നമ്പർ ഇല്ലായിരിക്കും, സർവേ നമ്പർ ആയിരിക്കും ഉള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 222/32 എന്നുള്ളതായിരിക്കും നമ്മളുടെ വസ്തുവിൻ്റെ സർവേ നമ്പർ. ഡേറ്റാ ബാങ്ക് പരിശോധിച്ചപ്പോൾ 222/3 എന്ന സർവേ നമ്പർ ഡേറ്റാ ബാങ്കിൽ ഇല്ല എന്ന് കണ്ട് ആശ്വസിക്കാൻ വരട്ടെ. കാരണം
222/3 ഇല്ലെങ്കിലും 222/3 എന്ന സർവേ നമ്പർ ഡാറ്റാ ബാങ്കിലുണ്ടെങ്കിൽ നമ്മുടെ വസ്തുവും ഡാറ്റാ ബാങ്കിലുള്ളതായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. അത്തരം സന്ദർഭത്തിൽ തൻ്റെ വസ്തു ഡാറ്റാ ബാങ്കിലുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ചിട്ടുള്ള വിവരം ലഭിക്കുന്നതിന് വിവരാവകാശ നിയമപ്രകാരം കൃഷി ഓഫീസർക്ക് ഒരു അപേക്ഷ നൽകി വിവരം തേടുന്നത് ഉചിതമായിരിക്കും. ഫോറം നമ്പർ 4 അന്തിമമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡാറ്റാ ബാങ്ക് ആണെങ്കിൽ അതിൽ പലപ്പോഴും റിമാർക്സ് കോളം കാണുകയില്ല. എന്നാൽ നമുക്ക് പരിശോധനയ്ക്കായിട്ട് ലഭിക്കുന്നത് കരട് ഡാറ്റാ ബാങ്ക് ആയിരിക്കും. ആ ഡാറ്റാ ബാങ്കിൽ റിമാർക്സ് കോളം ഉണ്ടായിരിക്കും. തികഞ്ഞ അശ്രദ്ധയോടെ തയ്യാറാക്കപ്പെട്ട ഈ രേഖ പലപ്പോഴും അപേക്ഷകനെ വട്ടം കറക്കാറുണ്ട്. റിമാർക്സ് കോളത്തിൽ പലപ്പോഴും വാഴ, കപ്പ, ചേമ്പ്, ചാണകം തുടങ്ങിയ കോമഡി വിവരങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഇതൊന്നും കേട്ട് നിങ്ങൾ ആകുലചിത്തരാവണ്ട. ചിലപ്പോൾ 15 വർഷം മുമ്പ് തരം മാറ്റിയിരിക്കുന്നു, 20 വർഷം മുമ്പ് തരം മാറ്റിയിരിക്കുന്നു എന്നൊക്കെ പറയും. ഇതൊന്നും കേട്ട് നിങ്ങൾ വിശ്വസിച്ച് അബദ്ധത്തിൽ ചാടേണ്ട. ഡാറ്റാ ബാങ്കിൽ നിങ്ങളുടെ സർവേ നമ്പർ വന്നുപോയോ നിങ്ങളുടെ വസ്തു ഡാറ്റാ ബാങ്കിൽ ഉണ്ടെന്ന് തന്നെയാണ് അർത്ഥം. പ്രകാരം ഡാറ്റാ ബാങ്കിൽ ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ 1-2 വർഷം നീളുന്ന ദുരിതങ്ങളുടെയും പീഡനങ്ങളുടെയും കാലം ആരംഭിക്കുകയായി. 4-5 സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി നിങ്ങളുടെ മനസ്സും ശരീരവും മടുക്കുന്നുണ്ടാവും. മറ്റു പ്രക്രിയ പൂർത്തീകരിക്കുന്നത് 2 ഘട്ടങ്ങളിലൂടെയാണ്. ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉണ്ടെങ്കിൽ ഫോറം നമ്പർ 5 ഓൺലൈൻ മുഖേന ഫയൽ ചെയ്ത് ഡാറ്റാ ബാങ്കിൽ നിന്ന് നമ്മുടെ വസ്തു ഒഴിവാക്കപ്പെടണം. തുടർന്ന് ഒഴിവാക്കപ്പെട്ട ഉത്തരവ് നമ്മൾ ലഭിച്ചതിന് ശേഷം ഫോറം നമ്പർ 6 അല്ലെങ്കിൽ 7 നമ്മൾ അപേക്ഷ നൽകി ഭൂമി തരം മാറ്റണം. ചിലത് സൗജന്യ തരം മാറ്റത്തിന് അർഹമാണ്, ചിലതിന് ഫീസ് അടയ്ക്കുകയും വേണം. ഇതാണ് നടപടിക്രമം. കേരള സർക്കാരിൻ്റെ റവന്യൂ ഇ സർവീസ് സൈറ്റിൽ തരംമാറ്റം എന്ന ഓപ്ഷൻ എടുത്ത് നമ്മൾ ഡാറ്റ എൻട്രി ആരംഭിക്കണം. സ്വന്തം യൂസർ നെയിമിലും പാസ്വേഡിലും ഡാറ്റ എൻട്രി നടത്തുവാനായിട്ട് മറക്കരുത്. മറ്റേതെങ്കിലും ഒരു ഏജൻസിയുടെ യൂസർ നെയിമോ പാസ്വേഡോ ഒക്കെയാണ് എങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷകൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനും നിരീക്ഷിക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. മറ്റൊരു ഏജൻസി ആണെങ്കിൽ പോലും അത് സ്വന്തം യൂസർ നെയിമിലും പാസ്വേഡിലും അപേക്ഷ നൽകുവാനായിട്ട് ശ്രദ്ധിക്കണം. സ്വന്തമായിട്ട് ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പരും ഒക്കെ ഉണ്ടായിരിക്കണം. ഭൂമി വിവരങ്ങൾ നൽകി നമ്മുടെ അപേക്ഷ നമ്മൾ പൂർത്തീകരിച്ച ശേഷം നമ്മൾ പ്രധാനപ്പെട്ട 4 രേഖകൾ അപ്ലോഡ് ചെയ്യുവാൻ മറക്കരുത്. അതിൽ ഒന്നാമത്തേത് ഡാറ്റാ ബാങ്കിൻ്റെ പ്രസക്ത ഭാഗത്തിൻ്റെ പകർപ്പായിരിക്കണം. രണ്ടാമത്തേത് കൈവശ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം ഭൂമിയുടെ. മൂന്നാമത്തേത് കരമടച്ച രസീതായിരിക്കണം. നാലാമത്തേത് വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശ രേഖയുടെ പകർപ്പായിരിക്കണം. ഇവയൊക്കെ നന്നായിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനായിട്ട് തന്നെ 100 രൂപ അപേക്ഷാ ഫീസ് അടച്ച് ഫോറം 5 ഡാറ്റ എൻട്രി നമുക്ക് RDOയ്ക്ക് സമർപ്പിക്കാവുന്നതാണ്. യൂസർ നെയിമും പാസ്വേഡും നമ്മൾക്ക് അറിയാമെങ്കിൽ സൈറ്റിൽ നിരന്തരമായിട്ട് കയറി നമുക്ക് അപേക്ഷയുടെ പുരോഗതി നിരീക്ഷിച്ച് ഇടപെടലുകൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടപെടുവാനും സാധിക്കും. റവന്യൂ ഡിവിഷണൽ ഓഫീസർ അപേക്ഷയ്ക്ക് ആസ്പദമായിട്ടുള്ള ഭൂമി നെൽവയലാണെങ്കിൽ അത് കൃഷി ഓഫീസർക്ക് അയച്ചു കൊടുക്കും. അപേക്ഷയ്ക്ക് ആസ്പദമായിട്ടുള്ള ഭൂമി തണ്ണീർത്തടമാണെങ്കിൽ അത് വില്ലേജ് ഓഫീസർക്ക് അയച്ചു കൊടുക്കും. ഇവർ രണ്ടുപേരും 1 മാസത്തിനകം റിപ്പോർട്ട് നൽകിയിരിക്കണമെന്നാണ് ചട്ടം. എങ്കിലും വർഷങ്ങൾ നീളും എന്നുള്ളതാണ് സത്യം. പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ പരിശോധനയ്ക്ക് ശേഷം കൃഷി ഓഫീസർ തയ്യാറാക്കി നൽകുന്ന റിപ്പോർട്ടുകൾ പലപ്പോഴും സാമാന്യനീതിയുടെ നിഷേധമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. നിയമത്തിൽ അനുശാസിക്കുന്ന എന്തെന്ത് കാരണങ്ങളാലാണ് ഈ വസ്തു ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തേണ്ടത്, നിലനിർത്തേണ്ടത് എന്ന് പലപ്പോഴും റിപ്പോർട്ടിൽ കാണുകയില്ല. നിലമായിട്ട് കാണപ്പെടുന്നു, അതുകൊണ്ട് ഡാറ്റാ ബാങ്കിൽ നിലനിർത്തണം. അല്ലെങ്കിൽ ജലാംശം നിലനിൽക്കുന്നു, ഡാറ്റാ ബാങ്കിൽ നിലനിർത്തണം. അല്ലെങ്കിൽ മറ്റു വസ്തുക്കളെക്കാൾ താഴ്ന്ന് സ്ഥിതി ചെയ്യുന്നു, അതുകൊണ്ടത് ഡാറ്റാ ബാങ്കിൽ നിലനിർത്തണം. 2008 മുമ്പ് പരിവർത്തനം ചെയ്തതായിട്ട് കാണുന്നില്ല, അതുകൊണ്ട് ഡാറ്റാ ബാങ്കിൽ നിലനിർത്തണം. ചാല് കീറി കൃഷി ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഡാറ്റാ ബാങ്കിൽ നിലനിർത്തണം. സമീപത്തെ കൃഷിയെ തടസ്സപ്പെടുത്തുന്നു, അതുകൊണ്ട് ഡാറ്റാ ബാങ്കിൽ നിലനിർത്തണം. കൃഷി ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഡാറ്റാ ബാങ്കിൽ നിലനിർത്തണം. ചേമ്പ് കൃഷി ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഡാറ്റാ ബാങ്കിൽ നിലനിർത്തണം. അപേക്ഷാവസ്തു നെൽവയലിൻ്റെ നിർവചനത്തിൽ വരുമോ, അപേക്ഷാവസ്തു തണ്ണീർത്തടത്തിൻ്റെ നിർവചനത്തിൽ വരുമോ, അല്ലെങ്കിൽ നിയമത്തിൽ എന്തെന്ത് കാര്യങ്ങളാണ് നെൽവയലായിട്ട് നിലനിർത്തുവാനായിട്ട് പരിഗണിക്കപ്പെടേണ്ടത്, എന്തെന്ത് കാര്യങ്ങളാണ്
തണ്ണീർത്തടമായിട്ട് നിലനിർത്തുവാനായിട്ട് പരിഗണിക്കപ്പെടേണ്ട ഇവയൊന്നും പരാമർശിക്കാതെ 2 വരി റിപ്പോർട്ടുകൾ പലപ്പോഴും അപേക്ഷകൻ്റെ സാമാന്യ നീതിയെ നിഷേധിക്കുന്നു. ഇപ്രകാരം ഒരു നിഷേധം ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റ് അപ്പീൽ മാർഗങ്ങളുമില്ല. അത് നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയല്ലാതെ നിവൃത്തിയില്ല എന്നതാണ് സത്യം. ഇത്തരത്തിലുള്ള നീതി നിഷേധിക്കപ്പെടുന്ന റിപ്പോർട്ടുകൾ ഉണ്ടായാൽ റവന്യൂ ഡിവിഷണൽ ഓഫീസർ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഈ വിഷയം റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്തി തൻ്റെ വാദഗതികൾ സ്ഥാപിക്കുന്നതിനാവശ്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കി ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം എടുപ്പിക്കുന്നതിന് ശ്രദ്ധിക്കണം. കാരണം RDO ഫോറം നമ്പർ 5 റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നിരസിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യാമെന്നല്ലാതെ മറ്റ് അപ്പീൽ മാർഗങ്ങൾ ഇല്ല എന്നുള്ളത് ഈ നിയമത്തിൻ്റെ വലിയൊരു ന്യൂനതയാണ്. ഫോറം നമ്പർ 5 അപേക്ഷയിന്മേൽ ഉത്തരവുകൾ പാസ്സായതായിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ അപേക്ഷകന് തന്നെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് സൈറ്റിൽ നിന്നും അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. എടുക്കുന്നതിന് മുമ്പ് തന്നെ റവന്യൂ ഡിവിഷണൽ ഓഫീസർക്ക് അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ അദ്ദേഹം നേരിട്ട് സ്ഥലപരിശോധന നടത്തും, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ച് സ്ഥലപരിശോധന നടത്തും, അല്ലെങ്കിൽ ഹിയറിംഗ് നടത്തും, അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ തയ്യാറാക്കിയ ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെ അവ പരിശോധിച്ച് തീരുമാനമെടുക്കും. ഈ ഉപഗ്രഹ ചിത്രം പരിശോധിക്കാനായിട്ട് നമുക്ക് അപേക്ഷ നൽകുവാനായിട്ട് സ്വന്തമായിട്ട് അപേക്ഷിച്ചാൽ ലഭിക്കുകയില്ല. ഒന്നുകിൽ റവന്യൂ ഡിവിഷണൽ ഓഫീസർ അല്ലെങ്കിൽ കൃഷി ഓഫീസർ ശുപാർശ ചെയ്യണം. ഈ ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കിയതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് റവന്യൂ ഡിവിഷണൽ ഓഫീസർ ഉത്തരവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അപേക്ഷയുടെ ആദ്യ ഘട്ടം കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫോറം നമ്പർ 6 അല്ലെങ്കിൽ ഫോറം നമ്പർ 7 നമ്മൾ അപേക്ഷ നൽകുകയാണ് വേണ്ടത്. വസ്തുവിൻ്റെ വിസ്തീർണം 50 സെൻറ്റ് വരെയാണെങ്കിൽ നമ്മൾ ഫോറം നമ്പർ 6 അപേക്ഷ നൽകേണ്ടത്. 50 സെൻറ്റിൽ കൂടുന്ന പക്ഷം ഫോറം നമ്പർ 7 നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷാ വസ്തുവിൻ്റെ വിസ്തീർണം 50 സെൻറ്റിൽ കൂടിയാൽ മറ്റൊരു പ്രശ്നവും കൂടിയുണ്ട്. വിസ്തീർണത്തിൻ്റെ 10% ഭൂമി നമ്മൾ ജല സംരക്ഷണ നടപടികൾക്കായിട്ട് മാറ്റിവെക്കണം. ഇത് 80 സെൻറ്റ് വസ്തു ഒരു അപേക്ഷകന് ഉണ്ടെങ്കിൽ 8 സെൻറ്റ് വസ്തു ജലസംരക്ഷണ നടപടികൾക്കായിട്ട് മാറ്റിവെക്കണം. ഇത്തരത്തിൽ മാറ്റിവെക്കപ്പെട്ട വസ്തു ഒരു കാലത്ത് നമ്മൾക്ക് പുരയുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാൻ കഴിയാതെ വരും എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് നമ്മുടെ വസ്തുവിൻ്റെ വിസ്തീർണം 50 സെൻറ്റ് കഴിഞ്ഞ് ചെറിയ വിസ്തീർണം മാത്രമേ അധികമുള്ളൂ എങ്കിൽ, ഉദാഹരണത്തിന് 52 സെൻറ്റ്, 52 സെൻറ്റ് അല്ലെങ്കിൽ 53 സെൻറ്റ് ഒക്കെ ഉള്ളതെങ്കിൽ നമുക്ക് ഏറ്റവും കരണീയമായിട്ടുള്ള മാർഗം അത് 50 സെൻറ്റ് താഴെയായിട്ട് അപേക്ഷ നിലനിർത്തുന്നതാണ്. അതായത് 49.25 സെൻറ്റ്, 49.5 സെൻറ്റൊക്കെ നമുക്ക് അപേക്ഷ നൽകി ബാക്കി 2.5 സെൻറ്റ് നമുക്ക് മാറ്റിയിടാം. അപ്പോൾ അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യും. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. നിലമായി രേഖപ്പെടുത്തിയ വസ്തു ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കുന്നതിന് വേണ്ടി സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത്. ഫോം 6, ഫോം 7 എന്നിവ ഫയൽ ചെയ്യുന്നത് സംബന്ധിച്ച് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുൻപിൽ വരാം. ടിൽ ദെൻ, ടേക്ക് കെയർ, ഗുഡ് ബൈ.